ഏട്ടാ ഓ എത്ര ദിവസമായിട്ട് പറയാ ഏട്ടാ ഈ ബൾബ് ഒന്ന് മാറ്റിയിടാനായിട്ട്. ഏത് ബൾബ്? ഇതേ ഈ കിടക്കണ ബൾബ്. സന്ധ്യ ആയി കഴിഞ്ഞാൽ അവിടെ എന്തൊരു ഇരുട്ടാന്നറിയോ? സന്ധ്യയാവട്ടെ മാറ്റിയിടാം. എല്ലാ ദിവസവും ഇത് തന്നെയല്ലേ പറയണത് സന്ധ്യ ആവട്ടെ എന്ന്. ഇവിടെ ഒരു ലൈൻമാൻ ഉള്ളപ്പോൾ ഇനി ഞാൻ വേറെ ആരോടെങ്കിലും പറയണോ ഇത് ശരിയാക്കാൻ? ലൈൻമാൻ്റെ ജോലി വീട്ടിലെ ബൾബ് ശരിയാക്കലല്ല. ഇനി ഇത് ശരിയാക്കാൻ ഇനി ആരോട് പറയണം? ഇവിടെ വൈകുന്നേരം മാറ്റിയിടാന്ന് പറഞ്ഞില്ലേ, പിന്നെ കിടന്ന് ചാടണം എന്തിരുന്നു? എത്ര ദിവസമായി ഞാൻ പറയാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ എന്താ വേണ്ടത്? മാറ്റിയിടണം. ആദ്യം അത് ഫീസാകാണോ എല്ലാം നോക്കൂ. നീ ഞാനാണോ കയറി നോക്കേണ്ടത്? നീ സ്വിച്ച് ഇടാൻ നോക്ക്. പോവാ എടി അകത്ത് അത് കൊള്ളാം. ഇടട്ടെ ജമന്തി ഓൺ ചെയ്യാൻ അങ്ങോട്ട്. ഏട്ടാ ഓൺ ചെയ്ത്. ഇനി ഓഫ് ചെയ്തേ. ഓഫ് ചെയ്താ ഓഫ് ചെയ്തേട്ടാ. നീ ഒരു കാര്യം ചെയ്യുമ്പോൾ തിരിച്ച് വിളിച്ച് പറയണം. എടി ഓൺ ചെയ്തെങ്കിൽ ഓൺ ചെയ്ത് വിളിച്ച് പറയണം. ഓഫ് ചെയ്യുമ്പോ ഓഫ് ചെയ്ത് പറയണം. കറണ്ട് വരെ നിൽക്കുന്നത് ചുമ്മാ. ഇടട്ടെ. ഞാൻ അവിടെ വരെ പോണ്ടേ? ഇപ്പൊ നീ എന്ത് ചെയ്തിരിക്കാണ്? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഓണാണോ ഓഫാണോ? ഓണാക്കാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഓഫല്ലേ? അവിടെ ഇരിക്കും. ഇനി ഒന്ന് ഓൺ ചെയ്തേ. ഓൺ ചെയ്ത്. ഓഫ് ചെയ്തോ. ഓഫ് ചെയ്തേ. വാ. ഇതിന്റെ ഷോക്ക് അടിച്ചില്ല. നാട് കൊടുക്കി. അയ്യോ മര്യാദക്ക് അവിടെ പത്രം ഞാൻ അവിടെ വെറുതെ പത്രം വായിച്ചോണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് ലൈറ്റ് മാറ്റണം. എന്താ പറ്റി? എടാ സൂക്ഷിച്ചു വേണ്ട ചെയ്യാൻ. ചെയ്തത് പതുക്കെ കിടക്ക്. അത് കുഴപ്പമൊന്നുമില്ല, ഒന്നിങ്ങനെ വിലങ്ങിയതാവും. നീ എടുത്തോണ്ടാ. അവിടെ ഇരിക്കി. നീ പയ്യെ പിടിക്കല്ലേ ഇരിക്കടാ. പണ്ട് അങ്ങനെ ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന കൂടി സഹിക്കില്ല. ഒന്ന് ഇങ്ങനെ 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 ആക്കിക്ക. നീ എന്താ ചെയ്യണം? നീ ഒന്ന് തുണിയുടെ മേലെ കൂടെ നടന്നത്. ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ആക്കേ. ഇപ്പൊ ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങടൊന്ന് ഇങ്ങോട്ടേ വരുള്ളൂ. ഞങ്ങടാക്കടാ. അത്ര ആവുള്ളത്. അത്ര ആവുള്ളത്. അയ്യോ പയ്യ അത്ര എന്താ ഇവനെ ഇവിടെ നടുവെട്ടി. എടാ നീ ഇങ്ങനെ ബലം പിടിച്ചില്ല, ഒന്നിങ്ങനെ ശരീരം ഇങ്ങനെ കുഴക്കേ. തളർത്തറ ശരീരം തളർത്ത്. ഒന്നുമില്ല, എനിക്കുണ്ട്. ഇത് ഉളുക്കിയത് എന്തെങ്കിലും ആവും. അത് അയ്യോ അയ്യോ എടി എങ്ങനെ പറ്റിയത്? നാത്തൂനെ ബൾബ് ഒന്ന് മാറ്റിയിടാൻ പറഞ്ഞു. വല്ല സ്റ്റൂളും എടുത്തിട്ട് കയറാനുള്ളതിന് എത്തി വലിഞ്ഞ്. ഇച്ചിരി ആവേശം കൂടുതലല്ലെങ്കിലും ഇത് പത്രം പേടിക്കാനൊന്നുമില്ല. അതെ, നീ മാമന്റെ കാൽമുട്ട് വേനക്കുള്ള ഓയിൽമെന്റ് എടുത്ത് തുറന്ന കുഴമ്പെന്തിനാ? അത് ഓയിൽമെന്റ് മതിയത്. തുടങ്ങി. നീ ഒന്ന് ആദ്യം ഇങ്ങോട്ടാക്കിക്ക. ഇങ്ങോട്ട് തിരിക്കേ. ഒന്ന് ഇങ്ങോട്ട് തിരിക്കാ. നീ അത്ര തിരിയുള്ളൂ. ഞാൻ ഇപ്പൊ ശരിയാക്കിയാ. എവിടെ 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 വേദന നോക്കിട്ടാ ശരിയാക്കിയാ. മാറിക്കോളും. അത്രേ ഉള്ളൂ ഇതൊക്കെ. കണ്ടാ ഒരു ചെറിയ വേദന ഉണ്ടാവും. മാറി കണ്ടോ. ഇനി ഒന്ന് നിവർന്നിരുന്നേ. ഇനി ഒന്ന് ഇങ്ങനെ പഠിക്കാം. അല്ല അതാ അങ്ങനെ നോക്കട്ടെ. ഒരു കുഴപ്പമില്ല. ഞാൻ അതേമാതിരി നങ്കടാക്ക്. പെടലിക്ക് എന്താ കുഴപ്പം? കഴുത്തിരിക്കാൻ പാടില്ലേ? ഇതെങ്ങനെ ഒരു ശേഖരം വന്നാൽ മതി. ഒന്നും ഇങ്ങോട്ട് തിരി. ഭയങ്കര വേദന ഉണ്ടോ?
ഒന്നാമത്തെ അറിയാവുന്ന പണിക്ക് പോയ പോരെ. അവനൊരു ലൈൻമാനല്ലേ, അവനൊരു ബൾബ് മാറ്റാൻ അറിയില്ലേ? അവന്റെ കാര്യമല്ല അമ്മാവിന്റെ കാര്യം. ഇപ്പൊ അവന്റെ ആ നടുവ് പിടിച്ച് എങ്ങാണ്ടും പിടിച്ച് ഞെക്കി തിരുമ്മി പൊട്ടു തിരിയാത്ത വിധത്തിലാക്കി. ഒന്നും ഒരു കുഴപ്പമില്ല. നീ ആ കൈ കാലൊന്നും ഇങ്ങനെ ഇട്ട് കുറഞ്ഞ. നേരത്തെ പറ്റും, ഇപ്പൊ പറ്റൂല. പറ്റൂല. നമുക്കെന്നൊരു ആശുപത്രി പോയാലോ? ആശുപത്രി പോണ്ട ആവശ്യമൊന്നുമില്ലേ? പിന്നെ അവർ അനങ്ങാൻ പാടില്ല നിൽക്കണം കണ്ടില്ല. ആശുപത്രി പോണോ? എന്നാ നീ പോയി ഡ്രസ് മാറിയിട്ട് വാ. എത്ര പറഞ്ഞാലും പറഞ്ഞൂടാ, വാതിൽ തുറന്ന് വലത്തി ഇങ്ങനെ ഇടരുത്. ഈ വാതിൽ തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കണമെന്ന് എത്ര പറഞ്ഞാൽ അറിഞ്ഞൂടെ തങ്കം? ഞാനൊന്നും പോയില്ലല്ലോ, ഞാൻ അടുക്കളയിലില്ലേ? ഈ അടുക്കളയുണ്ട്, അപ്പുറത്ത് അവിടെ വരുത്തി അടുക്കളയുണ്ടല്ലോ, എന്നിട്ട് അവര് ഗ്രില്ല് ഫ്രണ്ട് പൂട്ടിയിട്ടേക്കണ കണ്ടോ? അങ്ങനെ നിക്കണം. എന്തെങ്കിലും അറിയണേന് മുമ്പ് അങ്ങ് ചാടി കടക്കും, അങ്ങോട്ട് തുള്ളു അങ്ങോട്ട്. പിന്നെ അല്ലാണ്ട് അവിടെ അവളുണ്ട്, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? പിന്നെ അവരവിടെ പോയി അങ്ങനെ മര്യാദക്ക് ചോദിക്കാം, അപ്പൊ പറയും കാര്യം. അവർ ആശുപത്രി പോയേക്കുക. ആശുപത്രിയിൽ എന്ത് പറ്റി? ഇന്ന് ഇവിടെ നല്ല മേളമായിരുന്നു. ജമന്തിയുടെ അച്ഛനെല്ലാം പറ്റിയ? പിന്നെ കനകന് രാവിലെ ബൾബ് മാറണം. അതിന് അത് കൈയെത്തിച്ച് മാറണേന്റെ ഇടയ്ക്ക് അവന്റെ നടുമിന്നി. അനങ്ങാൻ പറ്റില്ലല്ലോ. ഭയങ്കര കരച്ചില്, പാവം, നല്ല വേദനയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ അമ്മാവനാണെങ്കിൽ അറിയാത്ത പണി ചെയ്യും. എന്താണ്ട് ബാമൊക്കെ കൊണ്ടുവന്ന് ആ വേദനയുള്ള സ്ഥലത്ത് തിരുമ്മി എവിടെ പിടിച്ച് ഞെക്കിയപ്പോഴത്തേനും ഒന്നും കൂടിയായി. നിന്റെ ആങ്ങളയുടെ നടു വിലങ്ങി അല്ലേ? സംഭവം എനിക്കറിയാം, എന്തെന്നറിയാമോ അതിന് നടു വിലങ്ങിയത്? ആ റേഷൻ കടയുടെ അടുത്തൊരു ട്രാൻസ്ഫോമർ വെടി തീർന്നു. അതിൻ്റെ പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. മാത്രമല്ല അതിനൊപ്പം ഈ റബ്ബറിൻ്റെ അങ്ങോട്ട് പോകുന്ന ആ ലൈനിൻ്റെ ടച്ചിങ് എല്ലാം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പിള്ളേർ ചേർന്ന് അളിയൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ പണി കൂടെ ചേർന്ന് മരത്തിൽ കയറുന്നു, ഇതെല്ലാം വെട്ടണം, അതിനുള്ള പണികളുണ്ട്. അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആളിയൻ്റെ ഉഗ്ര നമ്പറാണ്. ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് ഇതെല്ലാം കൂടെ കൊണ്ട് കൊടുക്കുമ്പോൾ ലീവ്. എന്തിന് സർക്കാർ ജോലി? അതിനെ അവന്റെ പേര് ക്ലീറ്റോ എന്നല്ല, കനകന്ന കേട്ടോ. അതിന് ശ്വാസം കൂടി വിടാൻ പാടില്ല. സങ്കടം വന്ന് കണ്ടിട്ട്. ആങ്ങളുണ്ടല്ലോ, നിനക്കറിയാം, പള്ളിക്കൂടത്തിൽ പഠിക്കാൻ മികച്ച നടനുള്ള അവാർഡ് വാങ്ങിച്ച ആളാണ്. അവൻ കള്ളനാണ്, കള്ളൻ. അവന് നടു വിലങ്ങിയത്. ആൾക്ക് അസുഖം വന്നാൽ പോലും നിങ്ങൾ അത് അംഗീകരിക്കരുത് കേട്ടാ. എടി, അവൻ രാവിലെ കുതിരക്കുട്ടിയെ പോലെ ഇങ്ങനെ ചാടി ചാടി നടക്കണം കണ്ടവൻ, അതിനിടയ്ക്ക് നടുവേദന എന്ന് പറഞ്ഞാൽ കള്ളത്തരം പറയാം. പിന്നെ നിനക്ക് പിന്നെ കള്ളത്തരം 24 മണിക്കൂറും ചെയ്യണവന് കള്ളത്തരമായിട്ടേ തോന്നുള്ളൂ. നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് പറ്റില്ല. തന്നെടി, അങ്ങനെ തന്നെ. അങ്ങനെ തന്നെയാണ്. എന്താ പണിയെടുക്കാതിരിക്കാൻ വേണ്ടി തന്നെ അവൻ ഇതൊക്കെ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് പണിയൊന്നും ഉണ്ടായില്ലേ? നിങ്ങൾക്ക് പണിയൊന്നും ഉണ്ടായില്ലേ? ഒരു മീറ്റിംഗ് കഴിഞ്ഞു, ഇനി അടുത്ത മീറ്റിംഗ് ഉണ്ട് ഉച്ച കഴിഞ്ഞിട്ട്. ഇത്രയും മീറ്റിംഗിലൊക്കെ നിങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങൾ മീറ്റിങ്ങിന് വെറുതെ ഇങ്ങനെ കുറെ നുണയൊക്കെ പറഞ്ഞോട്ടെ. നിങ്ങൾ മറ്റേ അയൽക്കൂട്ടത്തിന്റെ മീറ്റിങ്ങിന് പോയി നുണ പറയില്ല, അതുപോലെ പറഞ്ഞോണ്ടിരിക്കുക. ഒരു മീറ്റിംഗ് കഴിഞ്ഞു, ഇനി അടുത്ത മീറ്റിംഗ് തുടങ്ങാൻ പോണു. എന്താന്ന് അത് പോയിട്ട് ആശുപത്രി പോയിരുന്ന് അഡ്മിറ്റ് ആവുമോ? അവിടെ ഒന്നുമില്ല. അവിടെ ഇച്ചിരി ഞരമ്പെണ്ണയിട്ട് അങ്ങോട്ട് 2 ക്നാച്ച് കൊടുത്ത് ഇച്ചിരി ചൂടും പിടിച്ച സംഗതി കഴിയും. നിങ്ങൾക്ക് എന്തെങ്കിലും വരുമ്പോൾ ഇത് തന്നെ പറയണം കേട്ടോ. അയ്യോ, നമുക്ക് വരുമ്പോ ഇവിടെ നമ്മൾ ആശുപത്രി കൊണ്ട് അവിടെ ആരാ ഉള്ളത്? ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ലല്ലോ. അയ്യോ, എന്നിട്ട് പാവം ഇവിടെ അസുഖം ബാധിച്ച് കിടപ്പാ. എടീ, ഞാൻ എന്നെങ്കിലും ഇവിടെ അസുഖമാണെന്നും പറഞ്ഞ് പാർട്ടി മീറ്റിങ്ങിന് വല്ലതും പോവാതിനാ. തീരെ നിവർത്തിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ. പാർട്ടി മീറ്റിങ്ങിന് പോണതല്ലേ ലാഭം. ഇവിടെ വന്നാൽ വെള്ളം കോരി തരേണ്ടി വരും, തേങ്ങ ചിരണ്ടി തരേണ്ടി വരും. പിന്നെ എന്റെ പട്ടി വരും. അത് തന്നെ പറഞ്ഞത്. അമ്മാവനാ? അതെവിടെ അമ്മാവ? അവൻ എന്താ ഭക്ഷണം കഴിക്കണു? ഊണ് കഴിച്ചാ? ഞാൻ ഊണ് കഴിച്ചു. എന്ത് പറ്റിയാ നീ? അവൻ എന്താ ഇന്ന് രാവിലെ ഒരാവശ്യമില്ലാണ്ട് എന്താ ബൾബ് എന്തോ മാറ്റുമ്പോ ഇവിടെ നിന്ന് പിടിച്ചു. അനകാ അല്ല, കിടക്കല്ല, ഭക്ഷണം കഴിച്ചതാണ് ഈച്ചപ്പോ. അമ്പിളികൂട്ടം വന്നേക്കണം. അയ്യോ, നീ രോഗി അന്വേഷിച്ചിറങ്ങിയാണ്. ഓറഞ്ചും ആപ്പിളൊന്നും ഇല്ലേ? എന്റെ അടുത്ത് വാസിൽ പറഞ്ഞു പോണ വഴിക്ക് മുകളിൽ വെച്ച് എന്റെ അടുത്ത് പറയാൻ ഇങ്ങനെയാണ് സംഭവം. എന്താണ്, എന്ത് പറ്റിയേ? എന്ത് പറ്റിയത്? വെളിയിൽ നീ വന്നപ്പോ ലൈറ്റ് കിടക്കുന്നില്ല അവിടെ? അവിടെ കിടക്കണായിട്ട് അത് എപ്പോഴും ഉണ്ടല്ലോ. അത് ബൾബ് കിടക്കുന്നില്ല, അത് കത്തിക്കണം. ഈ പകലാ? എന്തിന്? എനിക്ക് അറിഞ്ഞൂടാ. ആർക്ക്? ജമന്തിക്ക്. ഞാൻ മര്യാദയ്ക്ക് അവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവള് ഒരേ നിർബന്ധം ആ ലൈറ്റ് അപ്പം അവക്ക് കത്തിക്കണം. അയ്യോ, എൻ്റെ ശനി ദശയ്ക്ക് ഞാൻ അവിടെ ചെന്ന് ഇട്ടുകൊടുത്ത് അവിടെ വെള്ളം കിടന്ന് തെന്നടിച്ചങ്ങ് വീണു. ഇതൊക്കെ നോക്കണ്ടേ? വയസ്സ് എത്രയെന്ന് അറിയാമോ? അത് ആദ്യം ഓർമ്മ വേണം. എല്ലൊക്കെ പൊടിയണ സമയമാണ്. അമ്മോ. എന്നിട്ട് ആശുപത്രി പോയാ? ആശുപത്രി പോയി 2800 രൂപ അവൻ്റെ മണ്ട വളക്കാൻ എഴുതി മേടിച്ച്. എക്സ്റേ എടുത്താ? എക്സ്റേ എടുത്താന്ന്? അല്ല ചോദിച്ചത്. ഇവിടുത്തെ എക്സ്റേ എടുത്തു.
അവിടെ മാത്രമേ എടുത്തോളൂ. പിന്നല്ല സാധാരണ അങ്ങനെയല്ല. ഈ 2800 രൂപ എന്ന് പറയുന്നത് വലിയ എമൗണ്ട് അല്ല. നിന്റെ ഭാഗ്യമുണ്ട്. കാരണം എന്തെങ്കിലും ഒരു ചെറിയൊരു ഒടിവോ ചതോ ഒരു വിരലിന് മതി. എടുത്ത് ഉടമ്പത്ത് ഒരു സ്കാനിങ്ങിന് എഴുതി. അല്ലമ്മാവ സത്യം ചിരിക്കാൻ വേണ്ടി പറഞ്ഞുള്ളതാണ്. ഇപ്പം ഇതിപ്പോ അത് പോകേണ്ട ആവശ്യമൊന്നുണ്ടായിരുന്നില്ല, പേടിച്ചിട്ട് പോയതല്ലേ. അല്ല അതുകൊണ്ട് പിന്നെ എക്സ്റേ എടുത്തപ്പോ ഡിസ്കിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട് പറഞ്ഞിട്ട് 1 മാസം ചികിത്സയിപ്പോ. എല്ല് തേയ്മാനം ഉണ്ടാവനെ ഇപ്പൊ എല്ലാവർക്കും ആ ഒരു സംഭവം. അത് കുഴപ്പമൊന്നുമില്ല. നീ ഗുളിക കഴിച്ചാ? ഭക്ഷണം കഴിച്ചാൽ ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? അല്ല ഇപ്പൊ കഴിച്ച് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റല്ലേ ഉള്ളൂ, 5 മിനിറ്റ് കഴിഞ്ഞിട്ട്. അപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കയ്യോടെ ജമന്തി ഒരു ഗുളിക ഇതാ പറഞ്ഞിട്ടാണ് കഴിച്ചാ കുഴപ്പമുണ്ടോ? മറന്നാ പോയില്ലേ? അത് ശരിയാണ് കേട്ടാ. ജമന്തി ഇപ്പൊ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഗുളിക എടുത്തോടി. ഈ സമയം ഇപ്പൊ ആയാലും ഉച്ച ഊണ് കഴിച്ചല്ലേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിച്ചാൽ എന്താ കുഴപ്പം? മറന്നു പോയാലോ? അങ്ങനെ മറക്കുന്നില്ലല്ലോ. ഇതൊക്കെ 1 മാസത്തിന് കഴിക്കാൻ പറഞ്ഞ 1 മാസത്തിന് തന്നെ കഴിക്കണം. അതിപ്പോ അങ്ങനെയാണ്. എന്താണെന്ന് പറയാമോ, ഒരു ആന്റിബയോട്ടിക് ഒക്കെ എഴുതി കഴിഞ്ഞാൽ 5 ദിവസം കഴിക്കണം. നമ്മൾ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിക്കുമ്പോൾ അസുഖം മാറി കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയയിൽ പോകില്ല, അവിടെ ഇരിക്കും. 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും പനി വരും. ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ക്ലിയർ ആക്കണം. 8 ദിവസം കഴിഞ്ഞാൽ ഈ ഗുളിക ഇനി കഴിക്കാൻ പറ്റത്തില്ല. തീരുമാനിക്കാം. അവിടെ ഡോക്ടർ ഉണ്ട്, 30 ദിവസം കഴിക്കാൻ പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ 30 ദിവസം കഴിക്കണം. എന്റെ അമ്മാവ, ഇത് 8 ദിവസം കഴിയുമ്പോൾ ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിയും. ഓരോ ഗുളികക്ക് ഓരോ കാലാവധി ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ കഴിച്ചുകൂടാ. ഇത് നോക്കിയേ. അതെങ്ങനെടി അത് അങ്ങനെ വരുന്നത്? ഇത്ര ദിവസം കഴിക്കാനുള്ള ഗുളിക എടുത്തരാൻ അവർക്ക് അറിഞ്ഞുകൂടിയത്? അവര് ശ്രദ്ധിച്ചു കാണത്തില്ല. 8 ദിവസം കഴിക്കേണ്ട ഗുളികയാണെങ്കിൽ ഗുളിക തരണം. ശരി, ഇത് 30 ദിവസം കഴിക്കണമെങ്കിൽ കൊടുക്കാൻ പാടുമോ? അല്ല, അല്ലെങ്കിൽ തന്നെ ഈ ഇത്രയും അടുപ്പിച്ച് വെച്ചേണ്ട കാര്യമില്ല, അവർക്ക് തിരിച്ചു കൊടുത്താൽ എടുക്കുമായിരുന്നല്ലോ. പിന്നെ എന്ത് പറ്റി അങ്ങനെ സംഭവിച്ചു? വല്ല പാവങ്ങളൊക്കെയാണ് എന്ത് ചെയ്തേനല്ലേ. അതാണ് ഇപ്പൊ നമ്മളാരും കുഴപ്പമില്ല. ഈ എഴുത്തുമാനോടൊക്കെ എത്ര പിള്ളേരുണ്ട്, എത്ര ആൾക്കാരുണ്ട്, അവരൊക്കെ ഒന്ന് വന്ന് നോക്കുവോ? അവരൊക്കെ കത്തറിയണ വാച്ചോടങ്ങ് പോകും. ഞാനിപ്പോ നോക്കിയത് ഇതേ ഇടട്ട് ഇത് അങ്ങനെ വിട്ടാൻ പറ്റില്ല. അത് ഈ മരുന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഇതിപ്പോ ഇങ്ങനെ ഒരു നിസാര അസുഖത്തിന്റെ ഗുളികയായതുകൊണ്ട് കുഴപ്പമില്ല. ഇത് വല്ല മാരകമായ അസുഖത്തിന്റെ വല്ല ഡേഞ്ചർ ആയിട്ടുള്ള ഗുളികയാണെന്ന് വെച്ചോ, ഈ ഡേറ്റ് തെറ്റിയിട്ട് കഴിച്ചാൽ ജീവൻ പോയില്ലേ? എന്ത് വിശ്വസിച്ചിട്ടാ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നൊരു ഗുളിക മേടിക്കുക? എന്ത് ചെയ്യാൻ പറ്റും? കേസ് കൊടുക്കണം. പിന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ വീക്ഷിച്ചിട്ട് അതിനെതിരെ കേസ് കൊടുക്കണം. എന്നാലും അവരൊരു പാഠം പഠിക്കും, മേലാൽ ഇങ്ങനെ ചെയ്യാതിരിക്കും. സംഭവം ശരി തന്നെയാണ്. കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുക്കാണ്ട് തന്നെയാണ്. പക്ഷേ എന്റെ അമ്മാവ പിന്നെ അതിന്റെ ബാക്കിൽ നിന്ന് കിടന്ന് ഓടണം. ഓടാത്തോണ്ടാണ് ഇമാര് ഓരോ തെണ്ടിത്തരങ്ങൾ കാണിക്കുന്നത്. ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരന്റെ മകൻ ശ്യാമ് ഇതേമാതിരി 1 മാസത്തേക്കുള്ള ഗുളിക മേടിച്ചു. നോക്കുമ്പോ ഡേറ്റ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു പോയി കൺസ്യൂമർ ബെഡിലെ കേസ് കൊടുക്കണ പറഞ്ഞു. അത് തന്നെ, കോർട്ടിലെ കേസ് കൊടുക്കണ പറഞ്ഞു. ഇതിന്റെ പിന്നാലെ തൂങ്ങി തിരിയാനെന്ന് വയ്യ മാമാന്ന് പറഞ്ഞിട്ട് അവനാ ഗുളിക കളഞ്ഞിട്ട് വേറെ മേടിച്ചു. അത് അവർക്ക് അഹങ്കാരമില്ലേ? അത് എന്താണെന്ന് അറിയാമോ, അതിന്റെ ബാക്കിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നൂലാമാലകൾ ഒരുപാടുണ്ട്. പിന്നെ നമ്മളെ ഒരുപാട് വിലപ്പെട്ട നമ്മളെ സമയം. ഞാൻ അന്ന് അവനോടും പറഞ്ഞതാ പോയി കേസ് കൊടുക്കാൻ, അവൻ കേട്ടില്ല. പക്ഷെ ഇത് എന്റെ മോനാണ് സംഭവിച്ചേക്കുന്നത്. ഇത് കേസ് കൊടുത്തേ പറ്റൂ. കിട്ടും, കാശല്ല കുംഭം കിട്ടും. എന്റെ ക്ലീറ്റോ സത്യമാണ് പറയണത്, കൊറേ പൈസ കിട്ടുമെന്നാ പറയണേ. തന്നെ ഈനാൻ വെച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെയാണ് ഈ കനകന് അമ്പിളിക്കുട്ടൻ കൂട്ട്. ഞാൻ പറഞ്ഞില്ലേ, ആവശ്യമില്ലാത്ത ഏടാ കൊടുത്ത് ചാടിക്കാനാണ് ഈ അമ്പിളിക്കുട്ട ഇപ്പൊ വന്നേക്കണത്. അയ്യോ, ക്ലീറ്റോനെക്കാളും വിവരവും ബോധമുണ്ട് ആ മനുഷ്യന്. അയാൾ ഒന്നും അറിയാതെ അങ്ങനെ പറയോ? അതെ അല്ലേ? എനിക്ക് പിന്നെ ഒരു വിവരവും ഇല്ല. ഞാൻ ഒരു പൊതുപ്രവർത്തകനും അല്ല, ഒന്നുമല്ല. ഞാൻ വെറും എന്നെ കൊണ്ട് പറയിക്കരുത്. ഒരു സ്ഥലമുണ്ട് ക്ലീറ്റോ, എന്താണ് ഒന്നുമല്ല, കോടതി. അത് തന്നെ അത് തന്നെ. ഇവര് പരാതി കൊണ്ട് ചെല്ലുമ്പോൾ അവരിങ്ങനെ തുറന്നു വെച്ചോണ്ടിരിക്കുകയാണ് ഇവരെ കേസെടുക്കാൻ. പിന്നെ ഈ ആ പറഞ്ഞ സ്ഥലം എന്തിനുള്ളതാന്നാ ക്ലീറ്റോ വിചാരിക്കുന്നത്? ആ സ്ഥലത്തിന് അതിൻ്റെതായ കാരണങ്ങൾ നിരത്തിയിട്ട് കൃത്യമായിട്ടാണെങ്കിലും കാശ് കിട്ടും. കാരണങ്ങളാണ് പറഞ്ഞത്. ഇവന്റെ മേടിച്ച മരുന്ന് മറ്റേ ഡേറ്റ് തീരണേന് മുമ്പ് 1 മാസം കഴിയൂല, അങ്ങനെ എന്താണ്ടുമാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഇവന് പൈസ കിട്ടും. പിന്നെ അവര് പറ്റിച്ചതാന്നേ. നീ ആവശ്യമില്ലാത്ത പറയല്ലേ തങ്ക. ഇതൊക്കെ മെഡിക്കൽ സ്റ്റോറുകാർ, അവരൊക്കെ വലിയ ബിസിനസ്സുകാർ, ഒരു വലിയ ലോബി തന്നെ കാണിച്ചു തന്നു. ഡേറ്റ് ഇതിനകത്തുള്ള ഡേറ്റ് എന്നെ കാണിച്ചു തന്നു. ഡേറ്റ് ആയിക്കോട്ടെ, 20 ദിവസത്തെ മരുന്ന് കാലാവധി കഴിഞ്ഞ മരുന്നാ. എന്ത് പറഞ്ഞാലും ഇത് ഞാൻ പറയും, കോടതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ ചെന്ന് പറഞ്ഞ ഉടനെ അവിടെ നിന്ന് നഷ്ടപരിഹാരത്തിന് വിധിക്കൊന്നുമില്ല. അതിന് സമയമെടുക്കും. സമയം എടുത്താണെങ്കിലും പൈസ കിട്ടുമല്ലോ. കിട്ടൂല. ഈ കേസ് ഇതൊക്കെ നിസ്സാര കേസ്. കിട്ടൂല എന്ന് ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്താണ്? ഇത് ഒന്നാമത് വാങ്ങാൻ പോണതിന് ചെറിയ വിവരം ഉണ്ടാവണം, അല്ലെങ്കിൽ തലയിൽ ഇച്ചിരി ആള് താമസം ഉണ്ടാവും, ബോധം വേണം. ഇത് ഒന്നുമില്ലാതെ മരുന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ എടീ ഞാൻ ചോദിച്ചിട്ട് അവൻ വാങ്ങിച്ച സമയത്ത് ആ മരുന്നിൻ്റെ ഡേറ്റ് അപ്പം നോക്കണം. നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവിടെ പരാതി പറയണം. ഇതല്ലാതെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അതിൻ്റെ പിന്നെ എല്ലാം കഴിഞ്ഞ് അവരടുത്ത് കളിക്കണം, സൂക്ഷിച്ചു വേണം.
അവർ ഒന്നും കണ്ടോണ്ടല്ല കച്ചവടം നടത്തുന്നത്. അവർക്ക് നല്ല പിടിപാടുണ്ട്. ഇത് സംഭവിക്കാൻ പോകുന്നത് വാദി പ്രതിയാവും, നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ അങ്ങനെയൊന്നും അമ്പളിക്കൂട്ടൻ ചേട്ടന്റെ കനകന് അബദ്ധം പറ്റുമെന്ന്. കമ്പളിക്കുട്ടൻ ചേട്ടനല്ലേ ഇവിടുത്തെ മറ്റേ ഏറ്റവും സുപ്രീം കോടതി. അവരുടെ വക്കീലിനെ കാണാൻ പോവാ. അത് ഇതാക്കാൻ വേണ്ടി വക്കീലിനെ കണ്ട് വക്കീലിനും കൂടെ കുറെ പൈസ കൊടുത്ത് കഴിയുമ്പോഴേക്കും അതും ഒന്നുമല്ല. അമ്പളിക്കൂട്ടൻ ചേട്ടൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് 50,000 രൂപ വരെ കിട്ടും. അത് ഏതെങ്കിലും ഡേറ്റ് എക്സ്പയറി ആവാറായിരിക്കും വക്കീലായിരിക്കും പറഞ്ഞത്. എന്റെ ക്ലീറ്റോ, സത്യമാണ് ക്ലീറ്റോ. അവരുടെ വീടിന്റെ അടുത്തുള്ള ആർക്കാണ്ടിനൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന്. വെച്ച് വെക്കണേ. അങ്ങനെ നഷ്ടപരിഹാരം കിട്ടുമെന്നുണ്ടെങ്കിൽ തങ്കം ഇതിന്റെ പകുതി അങ്ങ് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പകുതി എടുക്കാം. ഇതിപ്പോ എടുക്കേണ്ടി വരില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഇത് തന്നെ പറയണത്? കിട്ടൂല. കിട്ടും. കിട്ടും കിട്ടും. ഓ ചോറ് ബാഗ് സാരി ഇറങ്ങിയാ എന്റെ ഈ വേസ് ബുക്ക് വെച്ചോ. എല്ലാം വെച്ചിട്ടുണ്ട്. ഓക്കെ ബൈ. പതുക്കെ നടന്നു പോകണം കേട്ടോ. ആ സമയം വൈകിട്ടില്ല. ഡാഡി ഓ ടാറ്റ. ഓ വൈകുന്നേരം കാണാവേ. ഓ ടാറ്റ. ഓടണ്ട. കനകന്റെ വീട് ഇതെല്ലാം വീടാണ്. കനകം താമസിക്കണ അതില കനകനുണ്ടോ? ഉണ്ട്. ആരാ? കനക, ഞാൻ ആദ്യ മെഡിക്കൽസിന്റെ ഉടമയാണ്. മെഡിക്കൽസ് ഓ ഇടപ്പഴിഞ്ഞില്ലേ? അതെ. കനക ഓ ഒന്നിങ്ങ് വന്നേടാ. കനകനല്ലേ? അതെ. അതെ, ഞാൻ ആദ്യ മെഡിക്കൽസിന്റെ ഉടമ ശേഖരനാണ്. എന്താ ഒരു കാര്യം പറയാനായിട്ട് വന്നാണ്. അന്ന് വേണ്ട, കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ. ഇപ്പം എന്താ ഒരു പ്രത്യേകിച്ച് കാര്യം? കഴിഞ്ഞ ദിവസം നിങ്ങളവിടെ കടയിൽ വന്ന് മരുന്ന് വാങ്ങിയില്ലായിരുന്നു? ഒരു പുതിയ പയ്യനായിരുന്നു കടയിലുണ്ടായിരുന്നത്. അവൻ ഡേറ്റ് നോക്കാതെ പറ്റിപ്പോയൊരു അബദ്ധമാണ്. ആ, അപ്പൊ അബദ്ധാണെന്ന് അറിയാം. എന്നിട്ടാണോ ഞങ്ങൾ ഞങ്ങളുടെ മെമ്പറെ കൊണ്ട് വിളിപ്പിച്ചപ്പോൾ എന്താ ചായിക്കോന്ന് പറഞ്ഞ്? അതൊരു ട്രാഫിക് ബ്ലോക്കിൽ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിച്ചത്. അത് അവിടെ പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് അന്നേരം സംസാരിക്കാൻ പറ്റാഞ്ഞത്. ആ, അങ്ങനെ സംസാരിക്കാൻ പറ്റാത്തവർക്ക് ഒരു പണി കിട്ടണം. നിയമമായിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചേക്കുന്നത്. അല്ല, ഒരു പുതിയ പയ്യനായതുകൊണ്ട് അവനത് കൃത്യമായിട്ട് എക്സ്പയറി ഡേറ്റ് നോക്കാതെ പറ്റിപ്പോയൊരു അബദ്ധമാണ്. അത് കേസാക്കിയാൽ നമ്മുടെ കടയുടെ ലൈസൻസിനെയും കാര്യങ്ങളെയൊക്കെ ബാധിക്കും. അത് ശരി, കണ്ടാ മനസ്സിലായാലും ബാധിക്കുന്ന അറിയാലോ. അതിപ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് വേണ്ട പോലെ ചെയ്യാം. കാരണം ഒന്ന് പറഞ്ഞൊന്നത് ഒരു കാര്യം ഒന്ന് കോംപ്രമൈസ് ആക്കിയാൽ വലിയ ഉപകാരമായിരുന്നു. കേസ് പിൻവലിക്കാനോ? ഉവ്വ്. ഇതിപ്പോൾ അത് കാശിൻ്റെ നോക്കിയിട്ടല്ല. പക്ഷേ ഇങ്ങനെ ഒരു കേസൊക്കെ വന്നു കഴിഞ്ഞിട്ട് ലൈസൻസ് ഒക്കെ കട്ടാവുമെങ്കിൽ സ്ഥാപനം ഒന്നും ഇല്ലാണ്ടായിട്ട് ബുദ്ധിമുട്ടുക എന്ന് പറയുമ്പോൾ അതായത് ഒരു 4-5 പേരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നതല്ലേ ഒരു ഷോപ്പ് വെച്ചിട്ട്. ആ. ഇപ്പോൾ അബദ്ധം അതിന് അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, ചിലപ്പോൾ ഇനിയും പൈസ വേണ്ടി വരും കേട്ടോ. അല്ല, അത് നമുക്ക് പരിഹരിക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്കത് വേണ്ട പോലെ. പിന്നെന്താ കുഴപ്പം? അപ്പോൾ എല്ലാം പറഞ്ഞല്ലോ. ഓ, ഞാൻ അങ്ങോട്ട് ഒരു മിനിറ്റ്. നിങ്ങളെ വിശ്വസിച്ചിട്ടാ ആശുപത്രിയിലേക്കും മെഡിക്കൽ സ്റ്റോറിലേക്കൊക്കെ ആൾക്കാർ വരുന്നത്. അപ്പം നിങ്ങളിതിങ്ങനെ കാണിച്ചല്ല. അല്ല, അതൊരു പുതിയ പയ്യനെ നിർത്തിയപ്പോൾ ഒരു അബദ്ധം പറ്റി പോയതാണ്. ക്ഷമിക്കണം. ഇനി ആവർത്തിക്കരുത് ഇങ്ങനെ കേട്ടോ. അല്ല, അത് ഇരിക്കട്ടെ. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായതല്ലേ. അല്ല, അത് ഞാൻ വെറുതെ ഒന്ന് പരീക്ഷിച്ചതാ. വെച്ചോളൂ. ശരി, വളരെ ഉപകാരം. ശരി. അപ്പോൾ അല്ലയാ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നമ്മുടെ ഹവീൽദാർ കുടുംബത്തിന്റെ മാനമാണ് നീ കാത്തിരിക്കുന്നത്. നല്ലതായി. ശരി. ഹലോ ഹലോ, മുതലാളി ഉണ്ടോ? മുതലാളി പുറത്ത് വയ്ക്കുന്നു. ഈ അഖിലെന്ന് പറഞ്ഞൊരു പുതിയ പയ്യൻ ഇവിടെ ഉണ്ടല്ലോ. ആ പയ്യനുണ്ടോ? അവനെ ഇന്നലെ പറഞ്ഞു വിട്ടായിരുന്നു. എന്ത് പറ്റി? അയ്യോ, ഒന്നുമില്ല. ഈ കാലാവധി കഴിയാറായ, ഡേറ്റ് എക്സ്പയറി ആവാറായ ഏതെങ്കിലും മരുന്ന് തരാൻ കാണൂ. Alien versus Alien.